സന്തോഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ് നേരത്തെ പറഞ്ഞ പോലെ ടൗൺഷിപ്പിൽ നിന്നാണ്. സന്തോഷ്, അതിജീവനത്തിന്റെ വലിയ മാതൃകയാണ് ആ മാതൃകാ വീട് നിർമ്മിക്കുന്നത്. ആ മാതൃകാ വീടിലേക്ക് ഇനി ആളുകൾക്ക് എത്തിച്ചേർന്ന് ഏത് രീതിയിലാണ് ആ വീടിന്റെ കൺസ്ട്രക്ഷൻ എന്ന് നോക്കാം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി നിർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ അത് അഭിപ്രായമായി പങ്കുവയ്ക്കാം. അതുകൂടെ പരിഗണിച്ച് മാത്രമേ ഇനിയുള്ള വീടുകളുടെ കൺസ്ട്രക്ഷനൊക്കെ ആരംഭിക്കൂ. സന്തോഷ്, പറയൂ. വിനിഷ കുട്ടൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ പുനരധിവാസത്തിൻ്റെ ഏറ്റവും മാതൃകയാവുന്ന ലോകോത്തര പുനരധിവാസത്തിൻ്റെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു മാതൃകാ വീടിന് മുന്നിലാണ്. ഈ ദുരന്തം നടന്ന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ മാതൃകാ വീടിൻ്റെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുങ്ങുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടിൻ്റെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ നിന്നും, അതായത് വയനാട് ജില്ലയുടെ ഭരണസിരാ കേന്ദ്രമായ കൽപ്പറ്റ നഗരത്തിൽ തന്നെയാണ് ഈ മാതൃകാ ടൗൺഷിപ്പ് വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നും നടന്നു പോകേണ്ടുന്ന ദൂരം മാത്രമേ കൽപ്പറ്റ നഗരത്തിലേക്ക് ഉള്ളൂ എന്നുള്ളതാണ്. അവിടെ ഈ ടൗൺഷിപ്പിൻ്റെ ആദ്യ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ അവസാന മിനുക്ക് പണികൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ അതിമനോഹരമായ വീടാണ്. സാധാരണഗതിയിൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാം വീടുകൾ എടുക്കുമ്പോൾ ഇത്രയും ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വീടുകൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇത് ഒരു പേര് പോലെ തന്നെ ഒരു മാതൃകാ വീട് തന്നെയാണ്. ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജനതയുടെ, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ഒരു സ്വപ്നമായി ഈ വീട്, അവരുടെ സ്വപ്നമാണ് ഇപ്പോൾ എസ്റ്റേറ്റിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 410 വീടുകളാണ് ഈ മാതൃകാ ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത്. ഇവിടെ 1662 ആളുകൾക്ക് ഈ വീടുകളിൽ താമസിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 27 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ടൗൺഷിപ്പിന് തറക്കല്ലിട്ടത്. ഏതാണ്ട് 4 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ആദ്യ വീടിന്റെ നിർമ്മാണം, മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. 410 വീടുകളാണ് ഒരുങ്ങുന്നത്. സന്തോഷ്, അവിടെ ഇപ്പോൾ വളരെ കൃത്യമായ സന്തോഷ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ മാതൃകാ വീടിന്റെ ഉൾഭാഗം അവിടെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായത്. അപ്പോൾ അതിന്റെ ഉൾഭാഗത്ത് എന്തൊക്കെയാണ് സംവിധാനങ്ങൾ എന്നൊക്കെ സ്വാഭാവികമായും പ്രേക്ഷകർക്കും കാണാൻ താല്പര്യമുണ്ടാകും. സന്തോഷം, അതിന്റെ ഉൾവശം കൂടി കാണിക്കൂ. കുട്ടൻ, അതിനകത്ത് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ്. നേരത്തെ നമ്മൾ ഒരു തവണ അതിനകത്ത് കയറിയതായിരുന്നു. ഇപ്പോൾ അതിനകത്തേക്ക് അവർ അതിൻ്റെ ടൈൽസും മറ്റു കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് അതിനകത്തേക്ക് കയറുന്നതിന് ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കൂടുതൽ ഒരു തവണ കൂടി നമുക്ക് ചോദിച്ചു നോക്കാം, ഒരു തവണ കടത്തി വിടുമോ എന്നുള്ള കാര്യം. ഏതായാലും ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ സിറ്റ് ഔട്ട്, ആ സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് കയറുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഹാള് അതിമനോഹരമായ ഒരു ഹാളാണ്. എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളുമുള്ള, മനോഹരമായി ടൈൽ വിരിച്ച, പെയിൻറ്റിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഹാളിലേക്കാണ്, സെൻട്രൽ ഹാളിലേക്കാണ് അകത്ത് കയറുന്നത്. അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിരവധി ആളുകൾ, ഊരാളുങ്കലിൻ്റെ ജീവനക്കാർ ഇവിടെ അതിൻ്റെ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലം, അതോടൊപ്പം തന്നെ മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള, മോഡേൺ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു കിച്ചൺ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിന്ന് ആധുനിക വീടുകളിലെല്ലാം, മോഡേൺ വീടുകളിലെല്ലാം കാണുന്ന എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇതിൻ്റെ എല്ലാ പണികളും തീർത്തുകൊണ്ടാണ് ഈ ഉടമകൾക്ക് ഈ വീട് കൈമാറുന്നത്. ഒരു മനോഹരമായ ഒരു കിച്ചൺ, അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു വർക്ക് ഏരിയ, ആ വർക്ക് ഏരിയയിൽ മറ്റ് ജോലികളെല്ലാം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വർക്ക് ഏരിയ ഈ കിച്ചണോട് അനുബന്ധിച്ചു കൊണ്ട് തന്നെയുണ്ട്. നല്ല വലിയ കിച്ചണാണ്. നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഒരു ചെറിയ കിച്ചണല്ല. കിച്ചണും വർക്ക് ഏരിയയും എല്ലാം നല്ല സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. എക്സ്ഹോസ്റ്റ്, മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങൾ, എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. അതിനുശേഷം 2 കിടപ്പുമുറികൾ കൂടി ഇവിടെയുണ്ട്. 2 കിടപ്പുമുറികളോടും ഈ പറഞ്ഞ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് എല്ലാ പണികളും തീർത്ത, പെയിൻറ്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ തീർത്തതാണ്. എങ്കിൽ കൂടിയും നിരവധി ആളുകൾ കയറി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വീണ്ടും അത് ക്ലീൻ ചെയ്യുകയും പെയിൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 നല്ല സൗകര്യമുള്ള ഈ കിടപ്പുമുറികൾ തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഈ ഹാളിൽ വാഷ് ബേസിൻ സൗകര്യം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇവിടെ ഇത് ഫർണിച്ചറെല്ലാം പൂർത്തിയാകുമ്പോൾ ഇവിടെ ഈ നമ്മൾ ഇന്നത്തെ ആധുനിക വീടുകളിൽ കാണുന്ന ലിവിംഗ് റൂമായി ഇത് മാറും. ഇവിടെ ഈ ലിവിംഗ് റൂമിൽ ആളുകൾക്ക് ഈ ഒരു
ഗസ്റ്റുകൾക്കൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള വീട് തന്നെയാണ് ഈ മാതൃക ടൗൺഷിപ്പിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സമയബന്ധിതമായി തന്നെ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീട് മാത്രമല്ല, വീടിനനുബന്ധിച്ച് ഒരുങ്ങുന്ന ടൗൺഷിപ്പിൽ അംഗനവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മാർക്കറ്റുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രികൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിനകത്തെ ടൗൺഷിപ്പിൽ ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെ താമസിക്കാൻ എത്തുന്നവർക്ക് അവർക്കുള്ള ജീവന ഉപാധി കണ്ടെത്താനുള്ള മാർഗങ്ങൾ കൂടി ഇവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ കേവലം ഒരു വീട് നൽകിക്കൊണ്ട് മാത്രമല്ല ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നത്, അവർക്കൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം തന്നെയാണ് ഇവിടെ നിന്ന് ഉണ്ടാവുക. അത്തരത്തിൽ അവർക്ക് ദുരന്തം നേരിട്ടവരാണ്, അതുകൊണ്ട് അവർക്ക് മാനസിക ഉല്ലാസത്തിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് തന്നെ ഇതൊരു പക്ഷേ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയായിരിക്കും ഇവിടെ തയ്യാറാകുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് അതേപടി തന്നെ നമുക്കിവിടെ നേരിട്ടത് മനസ്സിലാകുന്നുണ്ട്. കാരണം ടൗണിനോട് ചേർന്ന സ്ഥലം, അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഈ സ്ഥലം, ഇവിടെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം അതിൻ്റെ ആദ്യ വീട് പൂർത്തിയായി കഴിഞ്ഞു, മറ്റ് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അത്തരത്തിൽ ഒരു പുതിയ ജീവിതം, ഈ ദുരന്തത്തിൻ്റെ എല്ലാ ആഘാതവും ഏറ്റുവാങ്ങേണ്ടി വന്നവർക്ക് അവർക്കുള്ള ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ടൗൺഷിപ്പായി തന്നെ ഇത് മാറുകയാണ്. ഇത് ഇത്ര പോലും നീണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഇതിനു മുൻപേ തന്നെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി കോടതിയിൽ കേസിന് പോവുകയും ആദ്യം ഹൈക്കോടതിയിൽ കേസ് നടത്തി സർക്കാരിന് അനുകൂലമായ വിധിയുണ്ടായി. പിന്നീട് വീണ്ടും ഈ കമ്പനി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ നിയമ പോരാട്ടം നടന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം, ഒരു വർഷമെങ്കിലും ആദ്യ വീടിൻ്റെ നിർമ്മാണം നീണ്ടുപോയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നിയമ പോരാട്ടം നടന്നില്ലായിരുന്നെങ്കിൽ ഇതിനു മുൻപേ തന്നെ ഈ വീടുകളെല്ലാം തന്നെ പൂർത്തിയാകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും എങ്കിൽ കൂടിയും ഈ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തും നിയമ പോരാട്ടം നടത്തിയും സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് ഈ മനോഹരമായ വയനാട്ടിലെ കൽപ്പറ്റ നഗരത്തോട് ചേർന്നുള്ള ഈ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഈ ടൗൺഷിപ്പും അതിൻ്റെ വീടുകളും ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടൻ, വിനിഷ.